നിങ്ങളെല്ലാവരും കണ്ടതാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയും സാമൂഹ്യ മീഡിയ അല്ലാതെയുള്ള മറ്റ് മീഡിയകളുമെല്ലാം കഴിഞ്ഞ 40 ദിവസമായിട്ട് ചർച്ച ചെയ്തതാണ്. തിരുവനന്തപുരത്ത് ഒരു വിമാനം പറന്നിറങ്ങി 37 ദിവസം അനങ്ങാതെ ഒരേ കിടപ്പായിരുന്നു. അപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യം, അവിടുത്തെ ലോക്ഹീഡ് മാർട്ടിനെ പോലുള്ളൊരു വലിയ കമ്പനി ഉണ്ടാക്കിയ ഒരു വിമാനം പെട്രോൾ തീർന്നിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് ഇറക്കി. നമ്മളത് വിശ്വസിച്ചു. വിമാനമല്ലേ, ചിലപ്പോൾ ഇന്ധനം തീർന്നു, ചിലപ്പോൾ ഇന്ധനത്തിന് ലീക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വിമാനത്തിന് ഇന്ധനം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞനുസരിച്ചായിട്ട് ചിലപ്പോൾ ലാൻഡ് ചെയ്തായിരിക്കും സാധ്യതയുണ്ട്. പക്ഷേ അവർ വിമാനം ലാൻഡ് ചെയ്ത് റീഫ്യൂവലിംഗ് ആണ് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈലറ്റ് അതിനകത്ത് നിന്ന് ഇറങ്ങേണ്ട കാര്യം പോലുമില്ല. റീഫ്യൂവലിങ്ങിനുള്ള പെർമിഷൻ, ഇതൊരു സൈനിക വിമാനമായതുകൊണ്ട് തീർച്ചയായിട്ടും എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ക്ലിയറൻസ് അവർക്ക് വേണം. അത് തിരിച്ചു പറക്കണമെങ്കിലും റീഫ്യൂൽ ചെയ്യണമെങ്കിലും തിരിച്ചു പറക്കണമെങ്കിലും തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയോ അനുവാദം വേണം. അത് കിട്ടിക്കാണും. അവർ റീഫ്യൂൽ ചെയ്തിട്ട് ആ വിമാനം പൊങ്ങുന്നില്ല. ഇപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അത് ഹൈഡ്രോളിക് ഫെയിലുവറാണ്. നമ്മളെ മീഡിയയൊക്കെ ഹൈഡ്രോളിക്കിനെയും ഫെയിലുവറേയും പറ്റിയിട്ട് മാസങ്ങളോളം ചർച്ച ചെയ്തു. ഇത് കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന് കാര്യമായിട്ടൊരു ഡാമേജ് സംഭവിച്ചു. അത് അവരെന്താണെന്ന് പുറത്തു പറയാൻ അവർക്ക് താല്പര്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇക്കാര്യത്തെ പറ്റി മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയേണ്ടത് ആദ്യം പറയേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സാണ്. ഇന്ത്യൻ എയർഫോഴ്സ് അതിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒന്നുമേ പറഞ്ഞിട്ടില്ല. ആ വിമാനം ആൾക്കാരെ കൊണ്ടുവന്നു, റിപ്പയർ ചെയ്തു, തിരിച്ചു കൊണ്ടുപോയി. നല്ല കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഒരു വിമാനം ക്രിപ്പിൾഡായി എന്ന് പറയും, അതിനകത്ത് അനങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലായി. ഒരു ഗ്രൗണ്ട് റണ്ണിന് പോലും, ഹൈഡ്രോളിക് സിസ്റ്റത്തിലല്ല, ഒരു ഗ്രൗണ്ട് റണ്ണിന് പോലും അത് എടുക്കാനോ കൊണ്ടുപോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തി. അപ്പോഴേ നമ്മൾ വിചാരിച്ചു ഇതിനെ കാളി പിടിച്ചതെന്ന് പറയും. കാളിക്ക് ഇങ്ങനെ വിമാനത്തിന് പിടിക്കുന്ന ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അങ്ങനെ ഒരു കാളി ഇന്ത്യക്കുണ്ട്. കാളി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഒരു വളരെ മാരകമായിട്ടുള്ള ഒരു ആയുധം. കാളി എന്ന വാക്കിൻ്റെ അർത്ഥം കിലോ ആംബിയർ ലൈറ്റ് ഇഞ്ചക്ടർ എന്നാണ്. കിലോ ആംബിയർ ലൈറ്റ് ഇഞ്ചക്ടർ എന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ 5 ആംബിയർ 10 ആംബിയർ ഒക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കിലോ ആംബിയർ ആണ്. ആയിരക്കണക്കിന് ആംബിയർ ശക്തിയുള്ള മൈക്രോവേവ്, 5 ഗിഗാഹെർട്സോളം വരുന്ന മൈക്രോവേവ് ഒരു ഒബ്ജക്റ്റിലോട്ട് വളരെ ശക്തിയായിട്ട് പതിപ്പിക്കുക. ഇതിനാണ് കാളി എന്ന് പറയുന്നത്, കിലോ ആംബിയർ ലൈറ്റ് ഇഞ്ചക്ടർ. ഇതും ലേസറുമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ലേസറിൻ്റേത് വരുമ്പോഴത്തേക്ക് ലേസർ രശ്മികൾ തുളയുണ്ടാക്കാനും സ്ഥിരമായ ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു സാധനമാണ്. മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ് ലേസർ. അപ്പോൾ ഇത് ലേസർ വെപ്പണല്ല, ഇതൊരു മൈക്രോവേവ് വെപ്പണാണ്. ഇത് 1985 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 40 വർഷത്തിന് മുമ്പ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ DRDOയും മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററുമായിട്ട് ചേർന്ന് ഒരു പ്രൊജക്റ്റിൽ അവർ രൂപം കൊടുക്കുകയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന്, കാര്യം ഇതിനകത്ത് BARCയുമായിട്ടാണ് ഇതിൻ്റെ ടെക്നോളജി അവർക്കുള്ളത്. ഇതിൻ്റെ ഉപയോഗം വേണ്ടി വരുന്നത് ഡിഫൻസിനാണ്. അപ്പോൾ ഇതിനെ സാധാരണ ടെക്നിക്കൽ വേർഡ്സിൽ പറയുന്നത് ഇതൊരു സോഫ്റ്റ് മിസൈൽ എന്നാണ്. സോഫ്റ്റ് മിസൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഹാർഡ്വെയർ ആയിട്ട്, പ്രത്യേകിച്ച് ഈ വിമാനത്തിൻ്റെ ശരീരഭാഗങ്ങളെ, അതിൻ്റെ ബോഡിയെ ഇത് ഉപദ്രവിക്കുന്നില്ല. പക്ഷേ ഇത്ര ശക്തിയേറിയ മൈക്രോവേവ് എമിഷൻ ആ വിമാനത്തിലെ അല്ലെങ്കിൽ മിസൈലിലെയോ അല്ലെങ്കിൽ ഡ്രോണിലെയോ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ മുഴുവൻ തകരാറിലാക്കി കളഞ്ഞു. അപ്പോൾ ആ F-35 വിമാനത്തിന് ഉണ്ടായ ഹൈഡ്രോളിക് തകരാറാണെങ്കിൽ അത് വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാനുള്ള ടെക്നീഷ്യൻസ് അവരിലുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. അത് ഹൈഡ്രോളിക്
തകരാറ് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം അത് ആ വിമാനത്തിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സാധ്യതയെപ്പറ്റി മാത്രമാണ് പറയുന്നത്. അതേസമയം ഒരു ശത്രു രാജ്യത്തിൻ്റെതല്ലാത്തൊരു വിമാനം, നമ്മൾ ടെക്നിക്കൽ ടൈമിൽ ഐഡന്റിഫൈ ഫ്രണ്ട് ഓർ ഫോ എന്ന് പറയും. അപ്പം ഒരു വിമാനം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മളെ വ്യോമാതിർത്തിയിലോട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ സുഹൃത്തിൻ്റെതാണോ ശത്രുവിൻ്റെതാണോ എന്ന് തിരിച്ചറിയുന്ന റഡാർ സംവിധാനം നമുക്കുണ്ട്. ശത്രുവിൻ്റെതാണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവർക്ക് വാണിംഗ് കൊടുക്കാം, അവരെ തിരിച്ചിറക്കാം, അവരെ ആക്രമിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ തന്നെ ഒബ്ജക്റ്റാണ്. ഇത് രണ്ടും അല്ലാത്തൊരു സാധനമുണ്ട്. അയാൾ നമ്മുടെ ഫോയും അല്ല, എന്നാൽ ഫ്രണ്ടും അല്ല, നമുക്കറിയത്തില്ല ഇത് ആരാണ്. ഉദാഹരണത്തിന് ബ്രിട്ടൻ നമ്മുടെ ശത്രു രാജ്യമല്ല, നമ്മളുമായിട്ട് ഒരുമിച്ച് ജോയിന്റ് എക്സസൈസ് നടത്തുന്ന രാജ്യമാണ്. ജപ്പാൻ നമ്മളുമായിട്ട് ഒരുപാട് എക്സസൈസുകൾ നടത്തുന്ന ഒരു എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ വ്യോമാതിർത്തി കടന്നു വരുന്ന ഒരു സാധനം നമ്മുടേതല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ശത്രുവിൻ്റേത് എന്തായാലും അല്ല. കാര്യം ഇവിടെ ശത്രു രാജ്യമെന്ന് ഇന്ത്യക്ക് പറയാൻ പറ്റുന്നത് ഒന്നുകിൽ പാകിസ്ഥാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിരിക്കണം, അല്ലെങ്കിൽ ചൈന ആയിരിക്കണം. എന്തായാലും തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു ചൈനീസ് വിമാനമോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി വിമാനമോ വരാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ശത്രുവിൻ്റെ വിമാനമല്ല, എന്നാൽ നമ്മുടെ വിമാനമാണോ? അല്ല. അപ്പോൾ അതിനെ ഒരു മൂന്നാമത്തെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന പോലെ അത് ശത്രുവല്ല, നമ്മളതുമല്ല, സുഹൃത്തുമല്ല. പക്ഷെ അതിൻ്റെ ഒരു ഐഡന്റിറ്റി നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ അതിനെ മിസൈൽ ഉപയോഗിച്ചിട്ട് ആക്രമിക്കുകയാണെങ്കിൽ അത് നമുക്കുണ്ടാക്കാൻ പോകുന്ന ഫ്യൂച്ചർ ഡാമേജ് വലുതാണ്. ചിലപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് പോലും ഇതൊക്കെ കാരണമാകാം. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവരിൽ ഒരു സോഫ്റ്റ് ഓപ്ഷൻ ഉള്ളത്, ഒരു തേർഡ് ഓപ്ഷൻ ഉള്ളത്, സോഫ്റ്റ് ആയിട്ടൊരു പണി കൊടുക്കുക. ആരും അറിയാത്തൊരു പണി. ആ പണിയായിരിക്കണം ഇന്ത്യ തൊടുത്തത്. ഏകദേശം 2004 ഈ വെപ്പൺ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ. പക്ഷേ അത് എവിടെയെങ്കിലും കമ്മീഷൻ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സാധാരണ അഗ്നിയൊക്കെ ചെയ്യുന്ന മാതിരി ടെസ്റ്റ് ഫയറിങ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. കാര്യം ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില കാര്യങ്ങൾ രഹസ്യമാണ്, അതെന്നും രഹസ്യമായി തന്നെ ഇരിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് പറയാം, പക്ഷേ ഇത് നിഷേധിക്കാനോ ഇത് അംഗീകരിക്കാനോ ഗവൺമെൻറ് അതോറിറ്റീസോ ഒരിക്കലും പറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എല്ലാ സാധ്യതയും കാണിക്കുന്നത് ഇങ്ങനെ ഒരു വെപ്പൺ നമുക്ക് ഉപയോഗത്തിലുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വിമാനം വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഒരു സോഫ്റ്റ് മിസൈലിനെ പറ്റിയിട്ടായിരിക്കും. ഹാർഡ് മിസൈൽ ആകുമ്പോഴത്തെ സാധാരണ മിസൈൽ ആകുമ്പോഴത്തേക്ക് വിമാനവും തകരും, വിമാനം ഓട്ടിക്കുന്ന ആളും തകരും, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാം. പക്ഷേ ഇത് അവർക്ക് പറ്റിയ ഒരു പണി അവർ ഇന്ത്യയിലോട്ട് കടന്നു, നമുക്ക് പറ്റിയ ഒരു പണി നമ്മൾ കൊടുക്കുന്ന അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യൻ എയർഫോഴ്സ് 1982 തന്നെ ഊർജിതമായിട്ട് നടപ്പാക്കി വരുന്ന ഒരു സാധനമാണ് ഇലക്ട്രോണിക് വാർഫെയർ. ആ ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ തന്നെ വേറൊരു വെർഷനാണ്. അതിനുശേഷമാണ് എയർഫോഴ്സിലെ മൈക്രോവേവ് വന്നത്, മൈക്രോവേവ് ഗൺസ് വന്നത്, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ വന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് 85 തന്നെ ഈ മൈക്രോവേവ് എമിഷൻ കൊടുത്തിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെയും റഡാറിനെയും എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനെയും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഹൈ പവർ റേഡിയേഷൻ അല്ല മൈക്രോവേവ് റേഡിയേഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സംഭവിച്ചിരിക്കാന്നുള്ളത് അവരുടെ കംപ്ലീറ്റ് ഏവിയോണിക്സ്, റഡാറും കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അവർ രഹസ്യമായിട്ട് അവരുടെ വിമാനത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കാം. ഇത് തിരിച്ച് റീഫിറ്റ് ചെയ്തിരിക്കാം. എന്നിട്ട് ഇതെല്ലാം സർവീസബിളായി ബൈ ബൈ ടാറ്റ സി യു എന്നും പറഞ്ഞുകൊണ്ട് അവർ പോയതായിരിക്കും. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അവരും പറയുന്നില്ല. ഇപ്പം നമ്മളെ ഒരു ഡോക്ടറെ അടുത്ത് വരുന്നു, ചികിത്സിക്കുന്നു. രോഗി ആ ഡോക്ടറെ അടുത്ത് പറയുന്ന രോഗവിവരങ്ങൾ വളരെ സീക്രട്ടാണ്. ഡോക്ടർ രോഗിക്ക് ചെയ്യുന്ന ചികിത്സയും സീക്രട്ടാണ്. അപ്പം രോഗി വന്നു, രോഗം പറഞ്ഞു, ചികിത്സ നടത്തി, ഇതെല്ലാം ടോപ്പ് സീക്രട്ടാണ്. ഇവർ പോവുകയും ചെയ്തു. ഇനി ആ രോഗിക്ക് എന്താണ് പറ്റിയതെന്ന് നമുക്കറിയണമെങ്കിൽ അതിൻ്റെ ഒരു ഡീപ്പ് ഡയഗ്നോസിസിന് പോകണം. അതിനാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യ ഒരിക്കലും തയ്യാറാവില്ല. കാര്യം നമ്മൾ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം, അത് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ മറ്റാരും അറിയിക്കാൻ അത് താല്പര്യപ്പെടുന്നില്ല. അവർക്കറിയാം അവർക്ക് എന്ത് പറ്റിയെന്ന്, അത് എങ്ങനെ പറ്റിയെന്നും അവർ പഠിക്കും. ഇനി അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നും അവർ പഠിക്കും. കാര്യം നമ്മുടെയൊക്കെ സാറ്റലൈറ്റുകൾ ഇത്തരമുള്ള എമിഷൻസിനെ, ഇത് സാറ്റലൈറ്റുകൾക്ക് പോലും കേടുവരുത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കൂടുതൽ പവറിലോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സാറ്റലൈറ്റുകളിലും നമ്മളെ തേജസ് വിമാനങ്ങളിലുമൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ സ്റ്റെറ്റ് വിമാനമായ
F-35 ഇതിനെ സംബന്ധിച്ചുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് പാടാണ്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ ഇതാണോ ചെയ്തതെന്ന് നമുക്കാർക്കും അറിയത്തില്ല, വെറുതെ ഊഹാപോഹങ്ങളാണ്. പക്ഷേ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. പെട്ടെന്നൊരു വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്രിപ്പിളാവുന്ന ഉള്ള ഒരു സംവിധാനം നമ്മൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജസ് എന്താണെന്ന് അവർ പറയണം. അവർ കുറച്ച് പറയാനവർ തയ്യാറായിട്ടില്ല. എഞ്ചിനാണോ തകരാറ്, ഹൈഡ്രോളിക് തകരാറ്. അതൊരു ഹൈഡ്രോളിക് തകരാറ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒട്ടും ക്ലിയർ അല്ലാത്തൊരു സംവിധാനമാണ്. അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് വയറുവേദന എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വയറിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും ഇന്ത്യക്ക് അറിയാം എന്താണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യ അതിനകത്ത് ഒരക്ഷരവും വേണ്ടാത്തത്. മാത്രമല്ല ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ഒരു വാർണിംഗ് കൂടെയാണ്. ഇന്ത്യൻ എയർ സ്പേസ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഇറ്റ്, നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. അത് ഇന്ത്യ വർഷങ്ങളായിട്ട് ചെയ്യുന്ന 40ഓളം വർഷങ്ങളായിട്ട് ഇന്ത്യ പർസ്യൂ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഷോക്കേസിൽ എന്തായാലും അവർ വെക്കത്തില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെ കാലത്ത് ഒരിക്കലും ഷോക്കേസിൽ വെക്കത്തില്ല. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ബ്രഹ്മോസ് മിസൈൽ അബദ്ധത്തിൽ പൊട്ടി പാകിസ്ഥാനിലോട്ട് പോയി എന്ന്. ടെക്നിക്കലി കറക്റ്റാണ്, അബദ്ധത്തിൽ പൊട്ടിയതായിരിക്കാം. അതിൻ്റെ വ്യോമസേനയുടെ 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനെയും ഒരു വിംഗ് കമാൻഡറെയും പിരിച്ചുവിട്ടു. അവർ ഡൽഹി ഹൈക്കോടതിയിൽ അവർ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിചാരണ നടക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയായിരിക്കാം. ഇത് ഈ നാടകത്തിൻ്റെ വേറൊരു വെർഷനുമായിരിക്കാം. പക്ഷേ ആ ബ്രഹ്മോസ് മിസൈൽ ആക്സിഡൻ്റലി ഫയർ ആവുക, അത് പാകിസ്ഥാൻ ബോർഡറിലോട്ട് പോവുക, ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ മിലിറ്ററി ഇൻ്റലിജൻസിലും മിലിറ്ററി വാർ പ്രിപ്പറേഷനിലും മിലിറ്ററി എക്സസൈസുകളിലും ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ ആ വിശദീകരണം ലോകത്തെല്ലാവരും മുഖവിലക്കെടുത്തു. ഇത് അബദ്ധത്തിൽ പറ്റിയതാണ്, സ്വിച്ച് അബദ്ധത്തിൽ മാറിപ്പോയതാണ്, അതാണ്ട് സ്വിച്ച് അവിടെ ചെന്ന് അപ്പുറത്ത് വീഴും. ഇപ്പം അഹമ്മദാബാദ് എയർ സ്ഫോടനത്തിൽ സംഭവിച്ചാണ് ഈ സ്വിച്ച് മാറിക്കിടന്നു. ഈ സ്വിച്ച് ആരാണ് മാറ്റിയെന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം കണ്ടുപിടിക്കണം. തന്നെത്താനെ മാറ്റാൻ പറ്റുന്ന ഒരു സ്വിച്ച് അല്ല. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കൺട്രോളുകളുണ്ട്, ഹാർഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കൺട്രോളുണ്ട്. അപ്പോൾ ഇതിലെ ഈ ഫ്യൂൽ സ്വിച്ച് രണ്ടെണ്ണം കൂടെ ഓഫാക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു മണ്ടത്തരമാണ്. അതിനകത്തൊരു മാനുവൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവും. ഇതൊന്നും പുറത്തു വരത്തില്ല. വിമാനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ആക്സിഡൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് നിയമങ്ങളും ഒരുപാട് തത്വസംഹിതകൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിക്കണം, എന്തൊക്കെ പുറത്തുവിടണം, എന്തൊക്കെ പുറത്ത് വിടരുത്, ഇതെല്ലാം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അന്വേഷണ കമ്മീഷൻ ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞു. അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട്, ആരും ഒപ്പിടാത്തൊരു പ്രാഥമിക റിപ്പോർട്ട് വന്നു. അതും പിടിച്ചുകൊണ്ട് കുറേ പേര് നടക്കുന്നുണ്ട്. അതൊരു ടൈപ്പ്ഡ് ഡോക്യുമെൻ്റ് മാത്രമാണ്. അത് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇന്നതാണ് സംഭവിച്ചത്. അതിനെ പറ്റിയിട്ട് ഒരു വെർഷൻ അമേരിക്കയിൽ ഇറങ്ങുകയും ചെയ്തു, ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അതിനെ ഇന്ത്യ ഗവൺമെൻറ് നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് പലപ്പോഴും പല സത്യങ്ങളും പറയാൻ പറ്റത്തില്ല. സത്യം ബ്രൂവത് എന്നാണ് പറയുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.